അപ്പോൾ മക്കളെ, ജാനുവരി 29 ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. 19 എന്ന ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ എന്താ. ആൻ ഇൻറ്റിജർ ഈസ് ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ ഇൻറ്റിജേഴ്സ് 1 to 50. 1 മുതൽ 50 വരെയുള്ള കേസിലാണ് ഇൻറ്റിജർ സെലക്ട് ചെയ്യുന്നത്. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ചൂസൺ ഇൻറ്റിജർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് അറ്റ്ലീസ്റ്റ് 1 of 4, 6 and 7. അറ്റ്ലീസ്റ്റ് അല്ലേ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പി ഓഫ് എയെ കുറിച്ച് സംസാരിക്കാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി. നോക്കണേ, പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ദാറ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ പി ഓഫ് ബി യെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ആൻഡ് പി ഓഫ് സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് പറയാം അല്ലേ. അപ്പൊ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, പി ഓഫ് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് chosen integer is a multiple of at least 4, 6 and 7 ആ പറഞ്ഞത്. അപ്പോൾ എ കേസ് 4, ബിയുടെ കേസ് 6, സിയുടെ കേസ് എന്താണ് 7. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, +1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. പി ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതായത് പി ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾക്കിടക്ക് ഏതിൻ്റെ മൾട്ടിപ്പിള്? 4ന്റെ മൾട്ടിപ്പിൾ. അതായത് മൾട്ടിപ്പിൾ ഓഫ് 4. ഏതിനിടയിൽ? 1 മുതൽ 50 വരെ അല്ലേ പറഞ്ഞത്. അപ്പൊ 50നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതിൻ്റെ ബോക്സ് വാല്യൂ കണ്ടെത്തിയാൽ പ്രശ്നം തീർന്നല്ലോ. 50/4ന്റെ ബോക്സ് വാല്യൂ എഴുതി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ആ ബോക്സ് വാല്യൂ എത്രയാ കിട്ടുക? 12. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 50/4 is equal to എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. സോ ഇതിന്റെ പ്രോബബിലിറ്റി 12/50 ആണെന്ന് പറയാം. ഇനി മൾട്ടിപ്പിൾ ഓഫ് അടുത്തത് എന്താ വേണ്ടത്? 6 അല്ലേ. ഇതേപോലെ 50നിടയിലല്ലേ പറയുന്നത്. ആ 50നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ബോക്സ് വാല്യൂ കണ്ടാൽ മതിയല്ലോ. 6 8 48 എന്ന് പറയുമ്പോൾ 8 കിട്ടും. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 8/ആരാണെന്ന് പറയാം? 50 ആണെന്ന് പറയാം. ഇനി മൾട്ടിപ്പിൾ ഓഫ് ആരാണ് വേണ്ടത്? 7 അല്ലേ. അപ്പോൾ ബോക്സ് ഓഫ് 50/7 ആണ്. അത് എത്ര കിട്ടി? 7 എന്ന് കിട്ടും. സോ പ്രോബബിലിറ്റി ഓഫ് സി ഈസ് ഈക്വൽ ടു 7/50 എന്ന് നമുക്ക് പറയാം. 7/50. ഇനി ഇതേപോലെ കാണേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി അല്ലേ നമുക്ക് കാണാൻ പറഞ്ഞത് അല്ലേ. അപ്പൊ എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി കാണാം എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 4 കൊണ്ടും അതേപോലെ എന്തുകൊണ്ടും 6 കൊണ്ടും. അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 and 6 ഇതല്ലേ കാണേണ്ടത്. 4ഉം 6ഉം അല്ലേ. 4 6ന്റെ LCM 12 അല്ലേ. അതുകൊണ്ട് 50നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ബോക്സ് വാല്യൂ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 4 കിട്ടും. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി 4/50 ആണെന്ന് പറയും. ഇനി മൾട്ടിപ്പിൾ ഓഫ് 4 and 7 ആണ് വേണ്ടത് അല്ലേ. എന്ന് പറയുമ്പോൾ ബോക്സ് ഓഫ് 50 4 7 28 LCM. അതുകൊണ്ട് 1 കിട്ടും. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എത്ര കിട്ടി? 1/50 എന്ന് കിട്ടി. ഇനി മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 6 and 7 ഇതല്ലേ കാണേണ്ടത്. എന്ന് പറയുമ്പം 50നെ 6 7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 42 എന്ന് കിട്ടും. അപ്പോൾ അതും 1 കിട്ടി. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എത്ര കിട്ടും മക്കളെ? 1/50 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണല്ലോ കാണേണ്ടത്. അപ്പോൾ 4ൻ്റെത്
6-ൻ്റെത് 7-ൻ്റെത് 4 6 7 അല്ലേ 4 6 7 എന്ന് പറയുമ്പോൾ LCM 84 എന്ന് കിട്ടും. അപ്പോൾ ബോക്സ് ഓഫ് 50 ഡിവൈഡഡ് ബൈ 84 എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടുക. അപ്പോൾ ഇത് 0 കിട്ടും. ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയല്ലോ. ഈ വാല്യൂ ഒക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. കാണേണ്ടത് P ഓഫ് A യൂണിയൻ B യൂണിയൻ C ആണ്. ആദ്യം P ഓഫ് A വേണം. P ഓഫ് A എന്താ കിട്ടിയേ? 12/15. എല്ലാം ബൈ 15 ആണല്ലോ. അപ്പോൾ അടുത്തത് 8/15. അടുത്തത് എന്താ കിട്ടുന്നത്? 7/15. മൈനസ് A ഇന്റർസെക്ഷൻ B 4/15. മൈനസ് 1/15 മൈനസ് 1/15 പ്ലസ് 0 അല്ലേ. അപ്പോൾ എല്ലാത്തിനും കൂടി ഞാൻ ഒരുമിച്ച് എന്ത് എഴുതി? ബൈ 50 എഴുതി. അപ്പോൾ 12 8 20 27. അപ്പം 4 2 6 എന്ന് പറയുമ്പോൾ 21 എന്ന് കിട്ടും. 21/50 എന്ന് ആൻസർ കിട്ടും. 21/50 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിലേക്ക് നമ്മൾക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ നമ്പർ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നോക്ക് പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ. ആ പ്രോബബിലിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.